ലോകമെമ്പാടുമുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ ഗണനീയമായതും ദക്ഷിണകാശി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ വൈക്കം മഹാദേവ ക്ഷേത്രമാണിത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന വടക്കുപുറത്ത് പാട്ടും കോടി അർച്ചനയും കാണാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതാണ് വൈക്കത്തമ്പലത്തിന്റെ ഉൾഭാഗം. അപ്പൊ നമ്മൾ കയറി ചെന്നപ്പോ തന്നെ എഴുന്നള്ളത്ത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ നല്ല തിരക്കായിരുന്നു. അപ്പൊ വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ച് ഇനി ബാക്കിയുള്ള അറിവുകളൊക്കെ അമ്മ പറഞ്ഞു തരും കേട്ടോ. ഊരാഴ്മക്കാരുടെ ക്ഷേത്രഭരണ കാലത്താണ് നാട്ടിൽ മാരകമായ വസൂരിബാധയാൽ മനുഷ്യജീവനുകൾക്ക് ഹാനി സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭയന്നുപോയ ഭക്തജനങ്ങളും ഭരണാധികാരികളും ദൈവഹിതമനുസരിച്ച് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഭജനമിരുന്ന് ദേവി സംപ്രീതയായി. ദേവി പ്രത്യക്ഷപ്പെടുകയും 12 വർഷത്തിൽ ഒരിക്കൽ മീനഭരണി കഴിയുന്ന അടുത്ത നാൾ മുതൽ 12 ദിവസം വൈക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ വടക്കുപുറത്ത് തന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും അരുൾ ചെയ്തു. അതിനുശേഷം നാട്ടിൽ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഐതിഹ്യം. അന്നു മുതൽ 12 വർഷത്തിൽ ഒരിക്കൽ മീനമാസത്തിലെ കാർത്തിക മുതൽ 12 ദിവസം ഭദ്രകാളി പ്രീതിക്കായി നടത്തുന്ന കളമെഴുത്തുപാട്ടും മറ്റും പൂജാതി കർമ്മങ്ങളും എതിരേൽപ്പും താലപ്പൊലികളും സമാപന ദിവസം നടത്തുന്ന വലിയ ഗുരുതിയും അടങ്ങുന്ന ചടങ്ങുകളാണ് പ്രസിദ്ധമായ വടക്കുപുറത്ത് പാട്ട്. ഭക്തജനങ്ങളുടെ ശ്രേയസ്സിനും ദേശത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് സർവമംഗളകാരിയായ തിരുവൈക്കത്തപ്പന് കോടിയർച്ചനയും ജനനിയായ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വടക്കുപുറത്ത് പാട്ടും നടത്തുന്നത്. തിരുവൈക്കത്തപ്പന്റെയും ദേവിയുടെയും എഴുന്നള്ളത്താണ് ഈ വരുന്നത്. ഇത് ദേവി വടക്ക് ഭാഗത്തേക്ക് പോയി തൻ്റെ സ്ഥാനത്തിരിക്കാനായിട്ട് പോകുന്നതും വൈക്കത്തപ്പൻ നേരെ തൻ്റെ ശ്രീകോവിലേക്കും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയാണ് വലിയൊരു കളം വരച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന അന്ന് 8ാമത്തെ ദിവസമായിരുന്നു. ദേവിയുടെ 8 കൈകളായിരുന്നു അന്ന് കളം വരച്ചിരുന്നത്. അവിടെ ആളുകളെല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വടക്കുപുറത്ത് പാട്ട് നടക്കാൻ പോകുന്ന സമയമാണ്. ഇപ്പോൾ ക്ലോസിങ് ടൈം ആയത് കാരണം നമുക്ക് അകത്ത് കയറി തൊഴാൻ സാധിച്ചില്ല. വടക്കുപുറത്ത് പാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കളം മായ്ക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. അപ്പോൾ പാട്ട് കഴിഞ്ഞ് കളം മായ്ച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ തന്നെ ദേവിയെ വരയ്ക്കും.